നാവ് തീയാണ്, അതൊരു ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. യാക്കോബ് 3:6. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നഴ്സിംഗ് പഠിച്ചത് കർണാടകയിലാണ് കേട്ടോ, ദാവങ്കരയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ബാച്ചിൽ ഞങ്ങളിങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഞങ്ങളുടെ കോളേജ് ബസ്സിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ കോളേജ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ വായി നോക്കിയൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും. 17-18 വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾ വായി നോക്കിയിരിക്കുന്ന സമയം. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ കാഴ്ചകളെ മറിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു ജീപ്പോ മറ്റോ എന്തോ ഒരു വണ്ടി പാസ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വണ്ടി നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തൻ വിളിച്ച് മാസ് ഡയലോഗ് പറയുകയാണ്, എടുത്തുകൊണ്ട് പോടാ അതിൻ്റെ പരട്ട വണ്ടി എന്നൊരു ഡയലോഗ്. അങ്ങനെ എന്തോ ആണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. അപ്പോൾ ഈ ഡയലോഗ് കേട്ട് ഈ വണ്ടി കുറച്ച് മുന്നോട്ട് പോയി വണ്ടി കുറച്ച് പുറകോട്ട് എടുത്തിട്ട് അതിലിരുന്ന ആൾ ഞങ്ങളെ നോക്കി രൂക്ഷമായിട്ടുള്ള നോട്ടത്തോടു കൂടി പറഞ്ഞു, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ബ്രെയിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ടാണ്. ഇപ്പം നമ്മുടെ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സെർച്ച് ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാനായിട്ട് ചിക്കൻ കറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ മുന്നിലേക്ക് അത് കൊണ്ടുവരും. അതുപോലെ നന്മയും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ മുന്നിൽ നമ്മുടെ ഫോൺ നമുക്ക് കാണിച്ചു തരിക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനെയും അങ്ങനെ തന്നെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവ് അടിച്ച് ഡാർക്ക് അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ മൊത്തം എന്തായിരിക്കും, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതല്ല നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എല്ലാം പോസിറ്റീവായിട്ടിരിക്കും. അതാണ് ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റി. ഇപ്പം നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ വചനവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, പക്ഷേ ഇന്ന് എനിക്ക് ചിന്തിക്കാൻ കിട്ടിയ ഒരു വചനമാണ് കേട്ടോ. ഞാൻ രാവിലെ എടുത്ത വചനമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യാക്കോബ് സ്ലീഹയുടെ നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ ഈ വചനം കേട്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനാവും. നമുക്ക് ഈ ഒരു എന്താണ് ഈശോ എന്നോട് പിണക്കാണോ, എന്താണ് എന്നോട് ഞാൻ എന്തോ ഇത് ചെയ്തിട്ടുണ്ട്, അതാണ് എനിക്കിങ്ങനെ ഒരു വചനം കിട്ടിയതെന്നൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം വിചാരിക്കും. കാരണം നമ്മളെ എപ്പോഴും എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മളെ കൊഞ്ചിക്കുന്ന, നമ്മളെ പാമ്പർ ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഈശോയുടെ വചനങ്ങളായിരിക്കും. നീ എൻ്റെ കൺമണിയാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള വചനം കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷം വരിക. ഇതുപോലെയുള്ള വചനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സങ്കടമായിരുന്നു. ഇന്ന് എനിക്കും ഇത് തന്നെയായിരുന്നു അനുഭവം. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും എനിക്ക് ആ ഒരു ഇതിനകത്ത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് വേറൊരു ഉൾക്കാഴ്ച കിട്ടി. കാരണം വേറൊന്നുമല്ല, ഈ ബൈബിളിൽ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ മത്തായി സുവിശേഷം 13-ാം അധ്യായം 47-ാം തിരുവചനം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഞാനതിവിടെ അടിച്ച് ബൈബിള്. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ നിന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ ഈ ഒരു വചനത്തിൽ ഞാൻ ഈ ബ്രെയിനിനെ നമ്മുടെ ഈ മുക്കുവൻ എറിഞ്ഞ വലയോട് ഞാനൊന്ന് താരതമ്യപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ വലയ്ക്കുള്ളിൽ നല്ല മത്സ്യങ്ങളുണ്ട്, ചീത്ത മത്സ്യങ്ങളുണ്ടായിരുന്നു. ഈ വിവേകമുള്ള മുക്കുവന്മാർ ഈ നല്ല മത്സ്യത്തെ എടുത്ത് പാത്രത്തിലിടുകയും ചീത്ത മത്സ്യങ്ങളെ എടുത്ത് പുറത്തെറിയുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലും ഈ ഒരു വലയ്ക്ക് തുല്യമാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ഉള്ളിലുണ്ട് നന്മയും ചീത്തയും ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ നന്മയായിട്ടുള്ള കാര്യങ്ങളെ ഫില്ല് ചെയ്യണമെങ്കിൽ ഈ ചീത്ത കാര്യങ്ങളെ ഔട്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്പേസ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു സ്ഥലത്തിലേക്ക് നന്മയായിട്ട് നമുക്ക് നന്മേനെ ഫില്ല് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വചനമുണ്ട്, 52-ാം ഭാഗമാണ് കേട്ടോ. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യം. അതായത് ഒരു സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യന്മാർക്ക് നമ്മൾ ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ വചനവും നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ മെമ്മറിയിലുള്ള പല കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു ചീത്തയായിട്ടുള്ള കാര്യമായിരിക്കും. ആ തിന്മയെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് നന്മയെ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കാം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ചീത്ത മത്സ്യങ്ങളെ പുറത്തെടുത്തുകൊണ്ട് നല്ല മത്സ്യങ്ങളെ ഫില്ല് ചെയ്യുന്ന നല്ല ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമുക്ക് ജീവിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഈശോ സമത്വമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.